അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ ഇതേപോലൊരു വാർത്ത ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലായിരുന്നോ? ഇത് പാകിസ്ഥാനിൽ അമേരിക്കയിൽ നിന്ന് 33 വയസ്സുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ഒക്ടോബറിലെത്തി. അവർ ഒക്ടോബറിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 33 വയസ്സ്. ഇവരുടെ പേര് ഓനിജ ആൻഡ്രൂ റോബിൻസൺ. ഇവർ വന്നിരിക്കുന്നത് 19 വയസ്സുള്ള നിദാൽ അഹമ്മദ് മേമൺ എന്ന് പറഞ്ഞ പയ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ പരിചയപ്പെട്ടു, ഞങ്ങൾ ഓൺലൈനിൽ വിവാഹം ചെയ്തതാണ്, അതുകൊണ്ട് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഇയാളുടെ കൂടെ താമസിച്ച് എനിക്ക് ഇയാളുടെ കുട്ടികളെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ സ്ത്രീ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 19 വയസ്സുള്ള ഈ മേമൺ എന്ന് പറഞ്ഞ പയ്യൻ്റെ കുടുംബം സമ്മതിച്ചില്ല, ഈ അഭ്യാസമൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ഇവർ വന്നിരിക്കുന്നത് കറാച്ചിയിലാണ്. കറാച്ചിയിൽ വന്നിട്ട് ഇവർ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. ഇത് പിന്നെ ഇവർ ഇത് ടിക്ടോക്കിലുമൊക്കെ ഇത് പറയാൻ തുടങ്ങി ഈ സംഭവങ്ങൾ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ആണ് ഞാനിത് വായിച്ചത്. മറ്റേ പാകിസ്ഥാനിലെ പത്രങ്ങളിലും ഒക്കെ ഇത് ധാരാളമായിട്ട് വരുന്നുണ്ട്, രാജ്യാന്തര മാധ്യമങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഒരു അമേരിക്കയിൽ നിന്നുള്ള ആളാണല്ലോ. ഇപ്പോഴാണെങ്കിൽ വിസ കാലാവധി തീർന്നതുകൊണ്ട് അനധികൃതമായിട്ടുള്ള താമസവും ആയിപ്പോയി. അപ്പോൾ ഇവർ കറാച്ചിയിൽ പെട്ടുപോയി. ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ട് കറാച്ചിയിൽ പെട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ ഈ ചക്കൻ ഇവരെ തള്ളിപ്പറഞ്ഞു, എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവർ തെരുവിൽ കഴിയുന്ന പോലെ ആയിപ്പോയി. കുടുംബം നിങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ കറാച്ചിയിൽ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ തെരുവിൽ കൂടി അലയാൻ തുടങ്ങി ഈ സ്ത്രീ. അവർ ഈ മേമൺ എന്ന് പറഞ്ഞ പയ്യൻ്റെ വീടിൻ്റെ പുറത്ത് ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി. പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി, വീടിന് ചുറ്റും പരിസരങ്ങളിലൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പൂട്ടിയിട്ട് അവരവിടുന്ന് രക്ഷപ്പെട്ടു, സ്ഥലം കാലിയാക്കി അവർ പോയി. അപ്പോൾ അവിടെ നിന്നിട്ടും പ്രയോജനമില്ലെന്ന് വന്നു. അത് കഴിഞ്ഞാണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്കിലൊക്കെ ഇവരുടെ ഈ ദുരിതം പറയാൻ തുടങ്ങിയത്. അങ്ങനെ അവർ വലിയ പ്രത്യേകതരം താരമായി. അത് കഴിഞ്ഞ് അവരൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. പത്രസമ്മേളനത്തിൽ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് അവിടുത്തെ ഒരു NGO ആണ് ഈ പത്രസമ്മേളനം നടത്തി കൊടുത്തത്, ചിപ്പ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. മുമ്പ് ആ സ്വപ്ന പാലക്കാട്ടൊരു NGOയുടെ ഓഫീസിൽ പത്രസമ്മേളനം നടത്തിയില്ലേ, അതുപോലെ ഇവർ ചിപ്പ വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫീസിൽ പത്രസമ്മേളനം നടത്തി. അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ $1,00,000 പാകിസ്ഥാൻ ഇവർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. $1,00,000 പാകിസ്ഥാൻ കൊടുക്കണമെന്ന്. പാകിസ്ഥാൻ രാജ്യമാണ് പറ്റിച്ചതെന്ന്. പാകിസ്ഥാൻ സർക്കാർ ഇവർക്ക് കൊടുക്കണമെന്ന്. നിങ്ങളുടെ ഒരു പൗരനെ എന്നെ പറ്റിച്ചാണ്, ഇവിടം വരെ വന്നിട്ട് പറ്റിച്ചാണ്. അപ്പോൾ $1,00,000 തരാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വിദേശ പൗരയ്ക്ക് അവിടെ പാകിസ്ഥാനിൽ കൊടുക്കാൻ വകുപ്പില്ല. പിന്നെ അവിടുത്തെ കോടതിയിൽ അങ്ങനെ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ കോടതിയിലൊന്നും പോയിട്ടില്ല, വെറുതെ പത്രസമ്മേളനം മാത്രം. പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആയല്ലോ. അപ്പോൾ എന്നിട്ട് ഇവർ ഡിമാൻഡ് വെച്ചു, എനിക്ക് $20,000 ഈ ആഴ്ച തന്നെ വേണം, എനിക്ക് ക്യാഷായിട്ട് $20,000 വേണം. അതാണ് ഞാൻ ഗവൺമെൻറ്റിനോട് പറയുന്നത്. ഗവൺമെൻറ് ഈ പയ്യനെയൊക്കെ അറസ്റ്റ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുടുംബത്തിൽ നിന്ന് മേടിച്ചു കൊടുക്കണം എന്നൊന്നും അവർ പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി ലോജിക്കുണ്ട്, അവരുടെ നിന്ന് മേടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 20,000 ഇപ്പം തന്നെ തരണം, പിന്നെ 5,000 10,000 ഒക്കെ എനിക്കിവിടെ ഓരോ ആഴ്ചയും താമസിക്കാനായിട്ട് ചിലവ് വരുന്നുണ്ട്, അങ്ങനെ എനിക്ക് തന്നുകൊണ്ടിരിക്കണമെന്നും അവർ പിന്നീട് പറഞ്ഞു. ഇത് ഉടനെ സർക്കാർ നടപ്പാക്കി തരണം എന്ന് പറഞ്ഞു. ടിക്ടോക്കിലും അവരിത് പറഞ്ഞു. അപ്പോൾ ട്രിബ്യൂൺ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പത്രത്തിൽ കാണുന്നത് ഈ NGO പല NGOകളും അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു, ഇവിടുന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ അവർ അത് സമ്മതിച്ചില്ല.
കുറച്ച് പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവർ ചോദിച്ച പോലെ അവർ സമ്മതിച്ചില്ല. കാരണം ഓൺലൈനിൽ ഞാൻ അയാളെ വിവാഹം ചെയ്തിരിക്കുകയാണ്, ഇയാളെയും കൊണ്ട് ഞാൻ മറ്റേ ദുബായിൽ താമസിക്കാൻ പോവാണ്, ദുബായിലാണ് ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്നൊക്കെ അവർ പറഞ്ഞു. ഇയാളെ കൊണ്ട് ഞാൻ ദുബായിലേക്ക് പോകും, അതുകൊണ്ട് നിങ്ങളുടെ ടിക്കറ്റ് ഒന്നും വേണ്ട എന്നവർ പറഞ്ഞു. ഇങ്ങനെ ഇത് ആകെ ഈ സ്ത്രീയുടേത് ബഹളമായ പോലെ. രേവതി ഒരു പ്രിയദർശന്റെ സിനിമയിൽ നിങ്ങൾ ആരാന്നോ ചോദിക്കുമ്പോൾ ഞാൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാന്ന് പറയില്ലേ, കിലുക്കത്തില് എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു അവസ്ഥയായിപ്പോയി. ഇവരിങ്ങനെ വായി തോന്നിയതൊക്കെ പറയുന്ന പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ മകനാണെന്നും പറഞ്ഞിട്ട് ഒരാൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്കൊരു അഭിമുഖം കൊടുത്തു, ഈ ജെറേമിയ റോബിൻസൺ. എന്നിട്ട് അയാൾ ആ അഭിമുഖത്തിൽ പറഞ്ഞു അമ്മയ്ക്ക് ബൈപോളാർ ഡിസോർഡർ ഉണ്ട് എന്ന് പറഞ്ഞു. ബൈപോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ വയലൻ്റ് ആവും, ചിലപ്പോൾ വലിയ ആക്റ്റീവൊക്കെ ആയിരിക്കും, ചില സമയത്ത് അവർ വിഷാദരോഗവും ഒക്കെ കാണും. അങ്ങനെ പലതരത്തിൽ വലിയ ഹോളിവുഡ് ആക്ടർമാർക്കും ഒക്കെ നടിമാർക്കും ഒക്കെ ബൈപോളാർ ഡിസീസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലും അറിയപ്പെടുന്ന പല സെലിബ്രിറ്റീസിനും ഒക്കെ ബൈപോളാർ ഡിസീസ് വന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബർ മുതൽ ഇവിടെ താമസിച്ചു വന്ന ഈ സ്ത്രീ റോബിൻസൺ ഇവരിപ്പോൾ അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ്. പാകിസ്ഥാൻ തന്നെ കൊടുത്തു വിട്ടു അവരെ. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളെല്ലാം കൂടി, പിന്നെ മകനും ഇടപെട്ടല്ലോ, ഇവർക്ക് ഇതാണെന്നും പറഞ്ഞല്ലോ ബൈപോളാർ ഡിസോർഡറാണ്. അപ്പോൾ ബൈപോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് 19 വയസ്സുള്ള ചെക്കൻ, ഇവർക്ക് 33 വയസ്സ്, അവർക്ക് വേറെ കുട്ടി, ഇവർക്ക് പിന്നെ ബൈപോളാർ ഡിസോർഡർ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ശരിയായി വരില്ല. ഇത് ഞാൻ മുമ്പ് ഈ പാബ്ലോ നെറൂദ എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രിയപ്പെട്ട കവി. ഈ പാബ്ലോ നെറൂദയുടെ ഓർമ്മക്കുറിപ്പുകളിലോ മറ്റോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇയാൾ വേറെ എവിടെയോ, ഇയാൾ ഡിപ്ലോമാറ്റിക് സർവീസിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ശ്രീലങ്കയിൽ ഹൈക്കമ്മീഷണറായിട്ടോ മറ്റോ ഇയാൾ കുറെ കാലമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇയാൾ അങ്ങോട്ട് ക്യൂബയിലേക്കോ അങ്ങോട്ടെങ്ങാണ്ട് പോയി നയതന്ത്ര പ്രതിനിധിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ശ്രീലങ്കയിലായിരുന്നപ്പോൾ ഇയാൾ സ്ത്രീകളുമായിട്ട് ഒരുപാട് അടുപ്പം ഉണ്ടാക്കുന്ന സ്വഭാവം. അങ്ങനെ ഇവിടെ ഈ വീട്ടിലൊക്കെ ജോലി ചെയ്തിരുന്ന ഏതൊരു സ്ത്രീയെ ഇയാൾ മിസ്യൂസ് ചെയ്യുമോ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിവരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പല കഥകളുണ്ട് പറയുകയാണെങ്കിൽ നെരൂദയെ പറ്റി. അത് കഴിഞ്ഞ് ഇയാൾ അവിടെ ഇരിക്കുമ്പോൾ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സ്ത്രീ ഇയാളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. ഇയാളെ അന്വേഷിച്ച് എന്നെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കഥയാണ് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നെരൂദയുടെ കഥകളിൽ ലോർക്കയൊക്കെ ആയിട്ട് ചേർന്നിട്ടൊക്കെ പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത ധാരാളം കഥകളും ഒക്കെ നെരൂദയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ജീവചരിത്രത്തിലും ആത്മകഥയിലും ഉണ്ട്. ഇപ്പം എന്തൊക്കെ വന്നാലും എന്താ പറയുക, എന്താണ് അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഇപ്പം അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ്. അതെ, അതൊരു സന്തോഷ വാർത്തയാണ്. മറ്റേ മേമൺ എന്ന് പറഞ്ഞ ആ പയ്യന്റെ കുടുംബത്തിനും സന്തോഷമായിരിക്കും, ഒരു ശല്യം ഒഴിവായില്ല, അവർക്ക് സ്വന്തം വീട്ടിലേക്ക് വന്ന് താമസിക്കുകയും ചെയ്യാം. അപ്പം നമ്മളിത് വളരെ കരുതിയിരിക്കണം. ഈ ചാറ്റ് ചെയ്തും സംസാരിക്കുന്നവർ ചിലപ്പോൾ ഇന്ത്യയിലേക്കും വരാം. ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഇന്ത്യയിലേക്കൊക്കെ പല ആളുകളും വരുന്നുണ്ട്. വേറെ കഥകളൊക്കെ ഞാൻ അടുത്ത കാലത്ത് വായിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നൊരു സ്ത്രീ ഇവിടെ ഒരാൾ വിവാഹം ചെയ്യാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. ഇങ്ങനത്തെ കഥകൾ ധാരാളം വരാറുണ്ട്. ഇത് കുറച്ചുകൂടി കൗതുകമുള്ളതാണ്. അമേരിക്കയിൽ നിന്നൊരാൾ പാകിസ്ഥാനിൽ വന്നിരിക്കുന്നു, 19 വയസ്സുകാരൻ. അതെ, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ട്രംപ് വന്ന ശേഷം വളരെ വഷളുമാണ്. ബൈഡൻ ആണെങ്കിൽ പിന്നെ സമ്മതിച്ചു കൊടുക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.